ഓൺ എക്സാം ആണ് സർ. വരയ്ക്കാനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമെന്ന് കേട്ടിട്ടുണ്ട് സർ. എന്താണ് എങ്ങനെ വരാന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല സർ. ഉങ്ങളാലെ അത് പ്രെഡിക്ട് പണ്ണ മുടിയുമാ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയടാ മുടിയുംടാ മുടിയും, എന്നാലേ അത് മുടിയും. നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന വരയ്ക്കാനുള്ള മുഴുവൻ ക്വസ്റ്റ്യനും നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ അപ്പുറം ഒരൊറ്റ ക്വസ്റ്റ്യൻ വരയ്ക്കാൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലടാ പിന്നെ എന്റെ ഈ മേത്തുണ്ടല്ലോ ഈ എജുപോ ടീഷർട്ട് ഉണ്ടാവൂലടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കടക്കാം. നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതിന്റെ സൈഡ്സ് എത്രയാവണമെന്നാ പറയുന്നത്? 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ ചതുരം വരയ്ക്കണം. ആൻഡ് അതിന്റെ അതേ പരപ്പളവുള്ള തുല്യ പരപ്പളവുള്ള ഈക്വൽ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ഇതായിരിക്കും നമുക്ക് എന്തായിട്ട് വരിക? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പിൽ വരും. ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളൂ മക്കളെ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ നമ്മൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത്? സൈഡ്സിന്റെ ലെങ്ത് എത്ര വരേണ്ടത്? 5 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. അത് വരയ്ക്കാൻ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലല്ലോ. സോ നമ്മൾ സ്കെയിലും പെൻസിലും എടുക്കുന്നു. എന്ത് ചെയ്യുന്നു? സൈഡ്സിന്റെ ലെങ്ത് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ഉള്ള ഒരു റെക്ടാങ്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കൾസെ? വരയ്ക്കുന്നു. നിങ്ങളല്ല വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക? സ്കെയിൽ വെച്ച് 5 വരയ്ക്കുന്നു, 3 വരയ്ക്കുന്നു. ഓക്കെ, സെറ്റാണ്. യെസ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതേ ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിൾ ആണോ? അല്ല, ഇതേ ഏരിയ ഉള്ള എന്താ വരയ്ക്കേണ്ടത്? ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട സംഭവം വളരെ സിമ്പിളാണ്. ഇതെത്രയാണ്? 5 സെന്റിമീറ്റർ. അതുപോലെ ഇതെത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി, ഈ ഒരു വീതി ഇല്ലേ, ഇത് കോമ്പസിൽ അളക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ ഏതാണോ ലെങ്ത് അത് തന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? നീട്ടി വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെയുള്ള ഈ ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. യെസ്, ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താണ്? താടാ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടോട്ടൽ ലെങ്ത് ഇല്ലേ, ഇവിടുന്ന് ഇവിടം വരെ, ഇത് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 5 ആണ്. ഇതേ ലെങ്ത് ആണ് ഇവിടെ 3. 5 3 8 ആണ് ടോട്ടൽ. സോ ഈ 8 എന്നുള്ളത് വ്യാസം ഡയമീറ്റർ ആയിട്ട് ഒരു അർദ്ധവൃത്തം സെമി സർക്കിൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ഒരു സർക്കിൾ ആവട്ടെ സെമി സർക്കിൾ ആവട്ടെ, അത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സെൻറ്റർ വേണം. സോ ഇതിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? വ്യാസം 8 ആണെങ്കിൽ ഡയമീറ്റർ 8 ആണെങ്കിൽ സെൻറ്റർ എവിടെയായിരിക്കും? 8ൻ്റെ നേരെ പകുതി 4-ലായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 സെൻറ്റിമീറ്ററിൽ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കുംടാ? ആർക്കെങ്കിലും അറിയോ എന്തായിരിക്കും? സർ സിമ്പിൾ അല്ലേ? ഇവിടെ കോമ്പസ് വെക്കുന്നു, ഇവിടെ വരെ വെക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ അങ്ങ് വരയ്ക്കുന്നു. സോ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്താടാ നിനക്ക് വരയാൻ ഒരുപാട്? യെസ് സാർ, ഓക്കെ ആണ്, ഒരു പ്രശ്നവുമില്ല. ഇത് ഞങ്ങൾ തൂഫാനായിട്ട് വരയ്ക്കും. ആൻഡ് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇനി മക്കൾസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെങ്ത് ഇല്ലേ, ബ്രെഡ്ത്ത് ഇല്ലേ, നമ്മളുടെ വീതി നേരത്തെ, ആ വീതിയെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എങ്ങോട്ട് മുട്ടിക്കണം? സർക്കിളിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി മുട്ടിക്കണം. ഇപ്പം വരച്ച ഈ വൈറ്റ് ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഒരു സൈഡ് കിട്ടിയാൽ ബാക്കി സൈഡ് എങ്ങനെയാണ് കിട്ടുക? സിമ്പിൾ. ഈ ഒരു ലെങ്ത്ത് കോമ്പസിൽ അളക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരാർക്ക്, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരാർക്ക്, അല്ലെങ്കിൽ എന്താ വിളിക്കുക? അതിനെ ചാപം എന്നാണ് വിളിക്കുക. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇവിടുന്ന് ഇതാ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതാണ് അവർ വരയ്ക്കാൻ പറഞ്ഞ എന്ത്? യെസ്, ഇതാണ് അവർ വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും സെറ്റ് ആണല്ലോ? സോ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾസ് ചെയ്യല്ലോ. എന്താ ചെയ്തതെന്ന് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കുക, ഒന്നുകൂടി കാണുക. ആൻഡ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും. നേരത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നില്ലേ, പക്ഷെ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്നും തരൂല നിങ്ങളോട്. ഇത്ര ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, എന്നിട്ട് അതേ ഏരിയ ഉള്ള ഒരു എന്താണ് സ്ക്വയർ വരയ്ക്കണം എന്നാണ് നമ്മളോട് പറയുക. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആൻഡ് അതിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതടാ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 8 സെൻറ്റിമീറ്റർ റെക്റ്റാങ്കിൾ വരണമെങ്കിൽ നേരത്തെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്?
ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടോ? ഇല്ല. ഏരിയ 8 ആവണം എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ആലോചിക്കണം, ഏരിയ 8 ആവണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയൊക്കെ ആവണം? സർ, ലെങ്ത്ത് 4ഉം ബ്രെഡ്ത്ത് 2ഉം ആണെങ്കിൽ ഏരിയ 8 ആവും അല്ലേ? അല്ലെങ്കിൽ ലെങ്ത്ത് 8ഉം ബ്രെഡ്ത്ത് 1 ആണെങ്കിലും ഏരിയ എത്രയാവും? 8 ആവും. സോ നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത്? ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? ലെങ്ത്ത് 4 എന്നെടുക്കുന്നു, ബ്രെഡ്ത്ത് 2 എന്നെടുക്കുന്നു. ആൻഡ് പിന്നെ ഒക്കെ നേരത്തെ ക്വസ്റ്റ്യനിലുള്ള മാതിരി തന്നെ 4, 2 നമ്മൾ എന്ത് ചെയ്യുന്നു മക്കൾസെ? വരയ്ക്കുന്നു. ലെങ്ത്ത് എത്രയാ? 4, ബ്രെഡ്ത്ത് എത്രയാ? 2. ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലോ? ഞാൻ പറഞ്ഞു തരണോ? വേണ്ട സാർ, ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ. ഇനിയോ? ഈ ടോട്ടൽ ലെങ്ത് വ്യാസം ഡയമീറ്റർ ആയിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കണം. അതിന് ഇതിൻ്റെ സെൻറ്റർ വേണം. സോ സെൻറ്റർ നമ്മൾ സ്കെയിലിൽ അളന്നെടുക്കുന്നു. ആൻഡ് ഈ ഒരു അർദ്ധവൃത്തം സെമി സർക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? സിമ്പിൾ അല്ലേ? ഈ ഒരു ബ്രെഡ്ത്ത് ഇല്ലേ, ഈ ബ്രെഡ്ത്ത് സർക്കിളിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സൈഡ് കിട്ടി പച്ച കളറിൽ, ആൻഡ് ബാക്കി എല്ലാ സൈഡും ഇത് തന്നെയാണ്. സോ കോമ്പസിൽ എടുക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു, ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇവരെ കൂട്ടിമുട്ടിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ ആൻസർ. സോ ആദ്യം നമ്മളോട് പറയും ലെങ്ത്തും ബ്രെഡ്ത്തും ഇത്രയാണ് എങ്കിൽ നമുക്ക് അറിയാം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ആദ്യം ചെയ്തു. ആൻഡ് രണ്ടാമത്തെ കേസിൽ നമ്മളോട് പറയും ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇത്ര എന്നൊന്നും പറയൂല, ഏരിയ 8 ആവണം. അപ്പോൾ നമ്മൾ തീരുമാനിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര ആവണം എന്നുള്ളത്. ബാക്കിയൊക്കെ സെയിം. ആൻഡ് മൂന്നാമതായിട്ട് ഇങ്ങനെയും ചോദിക്കാം മക്കളെ, അതായത് ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ എന്താവരുത്? കൺഫ്യൂഷൻ ആവരുത്. നമ്മളോട് പറയും √12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. ആൻഡ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു എന്ത് വരയ്ക്കണം? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, അതെങ്ങനെ വരയ്ക്കാം? √12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചെന്ന് വിചാരിക്കുകയും ഇതേ ലൈൻ തന്നെ എല്ലായിടത്തിലും വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്വയർ ആയി കഴിഞ്ഞാൽ എല്ലായിടത്തിലും √12 തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താ വരിക? √12 ഇൻറ്റു √12. അപ്പോൾ റൂട്ട് അങ്ങ് പോവും. ഏരിയ എത്ര വരിക? 12 ആണ് വരിക. അതായത് നമുക്കിവിടെ √12ൻ്റെ ഒരു ലെങ്ത്ത് കിട്ടിയാൽ മതി. അത് കിട്ടിയാൽ പിന്നെ എല്ലാ സൈഡും അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഏരിയ 12 സ്ക്വയർ നമുക്ക് കിട്ടിക്കോളും. സോ √12 ലെങ്ത്ത് എങ്ങനെയാണ് വരയ്ക്കുക? നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതും കേസ്. 12 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. സർ, 6 ഇൻറ്റു 2 ചെയ്യാം, 4 ഇൻറ്റു 3 ചെയ്യാം, ഏത് വേണമെങ്കിലും സാറിന് ചെയ്യാം. ഏത് ചെയ്താലും നമുക്ക് എത്ര കിട്ടുക? 12 ആണ് കിട്ടുക. സോ ഞാൻ എന്തെടുക്കുന്നു? 4ഉം 3ഉം അങ്ങോട്ട് എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുകയാണ്. നോക്കടാ, ഒക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ സെലക്ട് ചെയ്തു 4ഉം 3ഉം എടുക്കാം. സോ ഞാൻ 4ലും 3ലും എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കിൾ വരച്ചു. 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? നേരത്തെ അതേ പരിപാടി, ഒരു മാറ്റവും. ബ്രെഡ്ത്ത് വീതി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ആൻഡ് പിന്നീട് ഞാൻ എന്ത് വരയ്ക്കുന്നു? സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവനെ ഇങ്ങോട്ട് കൂട്ടിമുട്ടിക്കുന്നു. സോ ഇതാണ് അവർ പറഞ്ഞ ഏത് ലെങ്ത്ത്? √12 എന്ന് പറഞ്ഞ ലെങ്ത്ത്. √12 എന്ന് പറഞ്ഞ ലെങ്ത്ത്. ഇതേ 3 അല്ല ഇങ്ങോട്ട് വരച്ചേ, ഇതെത്ര? 3 ആണ്. സോ 4 ഇൻറ്റു 3 ഇവിടെ ഗുണിക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ റൂട്ടായിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു ലെങ്ത്ത് ഉണ്ടാവുക. സോ നമുക്ക് സിമ്പിളായിട്ട് √12 എന്ന് പറഞ്ഞ ലെങ്ത്ത് കിട്ടി. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ തന്നെ ബാക്കി എല്ലാ സൈഡിലേക്കും അങ്ങ് വരച്ചാൽ പോരെ? സിമ്പിളല്ലേ സർ? ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ആൻസറായി. സോ ഈ 3 ക്വസ്റ്റ്യനും ചോദിക്കുന്നത് സെയിം സാധനമാണ്. സോ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മളോട് ഡയറക്റ്റ് ലെങ്ത്തും ബ്രെഡ്ത്തും തരും. അന്നപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ആ റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മളോട് പറയും 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ തീരുമാനിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാവണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മളത് വരയ്ക്കും. ആൻഡ് നേരത്തെ പോണ തന്നെ ബാക്കിയും വരയ്ക്കും. പിന്നെ നമ്മളോട് പറയാ ഇത്ര ഉള്ള ഒരു ലെങ്ത് ഉള്ള ഒരു വര വരയ്ക്കുക, √12 √5 ഉള്ളത് വരയ്ക്കുക എന്ന് പറയും. എന്നിട്ടോ അതാ √12 ഉള്ള ഒരു വര വരയ്ക്കുക. ആൻഡ് 12 പരപ്പളവുള്ള ഒരു
എന്താണ് സ്ക്വയർ വരയ്ക്കുക പറയൂ. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഈ റൂട്ട് 12. സോ ഓക്കെ, റൂട്ട് പോട്ടെ, 12 കിട്ടുക എങ്ങനെയാണ്? 6x2 ചെയ്താൽ കിട്ടും, 4x3 ചെയ്താൽ കിട്ടും. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഇത് ഏതെങ്കിലും ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആൻഡ് ബാക്കിയൊക്കെ സെയിം തന്നെ. സോ ഈ 3 കേസിൽ ഇത് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യനോട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൽ ഒന്നും നിങ്ങളെ തൊടൂല, ഉറപ്പുള്ള കാര്യമാണത്. വേർട്ടിസസ് ഓഫ് എ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിടാ, ക്യാമറ ഓൺ ആക്കിയില്ല ഞാൻ വിചാരിച്ച്. ഓക്കെ, ദ വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ പോയിന്റ്സ് ഓൺ എ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 മൂലകളും എവിടെയാണ്? ഒരു വൃത്തത്തിലാണ് കിടക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആൻഡ് നമ്മളോട് പറയാണ് ഈ വൃത്തത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എത്രയാണ്? 3 ആണെന്ന് പറഞ്ഞു. ആൻഡ് 2 ആംഗിൾസ് എത്ര? 80, 50. ഇതിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? 80 ആണ്, ഒരു ആംഗിൾ 50 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 180 അല്ലേ വരണ്ടേ? 80യും 50യും എത്രയായി? 130. അപ്പോൾ അത് എത്ര? 50 ആണ് വരേണ്ടത്. സോ നമുക്ക് മനസ്സിലായി ആംഗിൾസ്, ഈ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എത്രയൊക്കെയാണ്? 50, 50, 80 ഡിഗ്രി ആണ്. ആംഗിൾസ് എത്രയാണ് സർ? 50, 50, 80 ഡിഗ്രി ആണ് ആംഗിൾസ് വരുന്നത്. സോ ഈ ഒരു സംഭവം നമ്മൾ വരയ്ക്കണം. ഇവിടെ നമ്മളിപ്പോൾ റഫായിട്ട് വരച്ച് വെച്ച സാധനമല്ലേ, ഇത് ഒറിജിനലായിട്ട് വരയ്ക്കണം. സോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഒരു ട്രയാങ്കിൾ വേണം. ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകൾ ഒരു വൃത്തത്തിലായിരിക്കണം. ആ വൃത്തത്തിൻ്റെ റേഡിയസ് 3 ആയിരിക്കണം. ആൻഡ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈ പറഞ്ഞതാവണം. എങ്ങനെയാ ചെയ്യാതെ? ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്തു തുടങ്ങാം. ഇവിടെ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇല്ല സാർ, സർക്കിൾ വരയ്ക്കാൻ ഒരു പ്രയാസവും ഇല്ല. റേഡിയസ് എത്രയാണെന്നാണ് അവന്മാർ പറഞ്ഞത്? റേഡിയസ് 3 ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു പ്രശ്നവും വേണ്ട. റേഡിയസ് 3 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. എല്ലാവരും വരച്ചല്ലോടാ. 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഒരു സർക്കിൾ വരച്ചു. ഇനി മക്കൾസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നേരെ ഡബിൾ എടുക്കുക. ഈ ഒരു ആംഗിൾസ് ആണ് ഏതിന് വരേണ്ടത്? നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന് വരേണ്ടത്. സോ ഇതിൻ്റെയൊക്കെ നേരെ ഡബിൾ എടുക്കുക. 50ൻ്റെ ഡബിൾ 100, ഇവിടെയും 100 എടുക്കുന്നു. സോ ഇതിൻ്റെ ഡബിൾ എത്ര? 160 എടുക്കുന്നു. എല്ലാത്തിൻ്റെയും ഡബിൾ ഞാൻ എടുത്തു. ആൻഡ് സാർ ഇനി എന്താ ചെയ്യേണ്ടത്? ഡബിൾ എടുത്തിട്ട് ഈ ഓരോ ആംഗിളും ഇവിടെ സെൻറ്ററിൽ അളന്ന് വരയ്ക്കുക. ഇവിടെ എത്ര? 100 ഡിഗ്രി. സോ ഞാൻ കറക്റ്റ് എൻ്റെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, ഇവിടെ ആണ് മിഡിൽ. ഇങ്ങനെ ഞാൻ പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റ് 100 എത്തുമ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. സോ എനിക്ക് ഇവിടെ എത്ര കിട്ടും? 100 ഡിഗ്രി ആണല്ലോ. ആണ് മക്കൾസേ. സോ ഞാൻ അങ്ങനെ കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 100 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ 100 ഡിഗ്രി വരച്ചു. ഓക്കെ, 100. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി കറക്റ്റ് ഇവിടെ വെച്ചിട്ട് അടുത്ത ആംഗിൾ എത്ര? 100. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്തത് വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, അടുത്തത് വരച്ചു. എത്രയാണ്? 100 തന്നെ. ആൻഡ് മൂന്നാമത്തത് ഞാൻ അളക്കാൻ പോണോ? വേണ്ട സാർ, ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാമത്തത് എത്ര വന്നോളും? 160 വന്നോളും. കാരണം ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണ് വരിക. ഇതും 100 ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി 160 ഇവിടെ വരിക. സോ ഈ ഒരു സംഭവം കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വരച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. പക്ഷെ വിശ്വസിക്കണം, നമ്മളുടെ ഫിഗർ കഴിഞ്ഞു. ഇനി ഈ 3 പോയിന്റ്സ് കൂട്ടിമുട്ടിയാൽ മാത്രം മതി. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു. നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. സർ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. ഓക്കെ, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ 3 മൂലയും വൃത്തത്തിലാണ്. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് ദിസ് കണ്ടീഷൻ സർ? 80, 50 വരണം എന്ന് പറഞ്ഞ കണ്ടീഷൻ അതെവിടെ സാർ ശരിയായത്? ആംഗിൾസ് 50, 50, 80 വരണം എന്ന് പറഞ്ഞ കണ്ടീഷൻ എവിടെയാണ് ഇവിടെ റെഡി ആയത്? ഇവിടെ റെഡി ആവുമടാ. കാരണം ഇത് 160 ആണെങ്കിൽ അതിൻ്റെ നേരെ ഹാഫായിട്ടുള്ള 80 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് 100 ആണെങ്കിൽ അതിൻ്റെ നേരെ പകുതി 50 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് 100 ആണെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് 50 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 50, 50, 80. ആ കണ്ടീഷൻ റെഡിയായി. ഈ ട്രയാങ്കിളിൻ്റെ 3 മൂലയും വൃത്തത്തിലാണ്, അതും റെഡിയായി. ഈ വൃത്തത്തിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്, അതും റെഡിയായി. എല്ലാം സെറ്റായി. സോ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താവാൻ പാടില്ല? ഒരൊറ്റ മാർക്ക് പോലും നമുക്ക് മിസ്സാവാൻ പാടില്ല. ഈ ഒരു വീഡിയോ ജസ്റ്റ് 13-14 മിനിറ്റ് ഉള്ള വീഡിയോ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇനി വരയ്ക്കാൻ എന്തൊക്കെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും? തൂഫാനാക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് പിന്നെയും
പിന്നെ ചെയ്ത് പഠിച്ചോ, നഷ്ടാവില്ല, ഉറപ്പായിട്ടും വരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിങ്ങൾ കണ്ടിരിക്കും. സോ സെറ്റാക്കുക, പവറാക്കുക. സി യു, ബൈ.